നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ എന്തിനാണ് പുറത്താക്കിയത് എന്നുള്ള ചോദ്യങ്ങളാണ് അണികൾക്കിടയിൽ ഓരോ ദിവസവും ഉയരുന്നത്. പാർട്ടിക്ക് വേണ്ടി ഇപ്പോഴും അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരാളായി രാഹുൽ മാങ്കൂട്ടത്തെ വിലയിരുത്തുകയാണ് പാർട്ടി പ്രവർത്തകരും പാർട്ടിയെ അടിയുറച്ച് വിശ്വസിക്കുന്നവരും. ഒരു വലിയ വിഭാഗം ആളുകൾ കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തായത് നന്നായി എന്നാണ് പറയുന്നതെങ്കിലും മറുവശത്ത് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നത് പാർട്ടിക്ക് വേണ്ടി ഇത്രയും പണിവിട്ട അയാളുടെ വിശദീകരണം പോലും കേൾക്കാതെ എന്തിന് പാർട്ടി പുറത്താക്കി എന്നുള്ള ചോദ്യത്തോടെയുള്ള വിമർശനങ്ങളാണ്. ആ വിമർശനങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ച് പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾക്ക് ഉതകുന്ന തരത്തിലൊരു കൂടിക്കാഴ്ച നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ പാലക്കാട് MP VK ശ്രീകണ്ഠൻ കൂടിക്കാഴ്ച നടത്തിയതാണ് സംഭവം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അത്തരം ഒരു സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അടൂരിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ MP നേരിട്ട് കാണുന്നത്. കൂടിക്കാഴ്ച നടത്തി സംസാരിക്കുന്നതിന്റെ ഫോട്ടോ സഹിതം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുമുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ ഭാഗമാകാൻ അടൂരിലെത്തിയ VK ശ്രീകണ്ഠൻ ഒരു ഹോട്ടലിൽ താമസിക്കാൻ എത്തുന്നു. ആ ഹോട്ടലിൽ വെച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ച നടത്തുന്നത്. ഇവിടേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു സുഹൃത്തിനെ കാണാനായി എത്തുന്നതും അതിന്റെ ഭാഗമായിട്ടാണ് കൂടിക്കാഴ്ച എന്നുമാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അപരിചിതമായി കണ്ടുമുട്ടിയതാണ് എന്ന് രണ്ടുപേരും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ കണ്ടുമുട്ടൽ അപരിചിതമെന്നോ എന്നുള്ള സംശയങ്ങൾ ജനങ്ങൾക്കിടയിലുണ്ട്. ഹോട്ടലിൽ എത്തിയപ്പോഴാണ് ഭക്ഷണം കഴിക്കാനെത്തിയ VK ശ്രീകണ്ഠനെ കണ്ടത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്ന വിശദീകരണം. രാഹുലിനെ കണ്ടപ്പോൾ എങ്ങനെ മിണ്ടാതിരിക്കും എന്നുള്ള മറു വിശദീകരണമാണ് VK ശ്രീകണ്ഠൻ നൽകുന്നത്. താൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ പ്രഭാത ഭക്ഷണം കഴിച്ചിരിക്കുമ്പോഴാണ് രാഹുൽ എത്തിയതെന്നും കണ്ടുമുട്ടൽ അവിചാരിതമായിരുന്നുവെന്നും കണ്ടുമുട്ടിയപ്പോൾ തങ്ങൾ സംസാരിച്ചു എന്നും അദ്ദേഹവും മാധ്യമങ്ങളോട് പറഞ്ഞു. പാലക്കാട് MLA-യും ഞാൻ പാലക്കാട് MP-യുമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സംസാരം ഒരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല. സംസാരിക്കാതിരിക്കാൻ സാധിക്കുകയുമില്ലല്ലോ എന്നുള്ളതാണ് MP-യുടെ ചോദ്യം. അല്ലായിരുന്നുവെങ്കിൽ, അതായത് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA-യും താൻ പാലക്കാട് MP-യും അല്ലായിരുന്നുവെങ്കിൽ എല്ലാവരുമുള്ള സ്ഥലത്തിരുന്ന് സംസാരിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നല്ലോ. ഇതൊരു ഗൂഢനീക്കമായിരുന്നെങ്കിൽ അത് ഗൂഢമായി തന്നെ ചെയ്യാനുള്ള സാധ്യതയുണ്ടായിരുന്നല്ലോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് മറ്റൊരു ഉദ്ദേശവും ഇല്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. സൗഹൃദമാണ്, സൗഹൃദം പങ്കുവെക്കുകയായിരുന്നു, സൗഹൃദ സംഭാഷണം, അത് കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു എന്നും യാതൊരു അസ്വാഭാവികതയും ഇതിലില്ല എന്നും സ്ഥാനാർത്ഥി നിർണയ സമയത്ത് കൂടിക്കാഴ്ച നടത്തിയെന്നത് അത് മറ്റൊരു ബന്ധത്തിന്റെയും അടിസ്ഥാനത്തിലല്ല എന്നുമാണ് VK ശ്രീകണ്ഠൻ വ്യക്തമാക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിനെ എങ്ങനെയെങ്കിലും പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരു വലിയൊരു അഭിപ്രായം അതീവ ശക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു കൂടിക്കാഴ്ച വാർത്താ പ്രാധാന്യം നേടുന്നത് എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും തിരികെ എത്തിക്കാനുള്ള ആവശ്യങ്ങളും ശക്തമായി വരികയാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് പോലും പാർട്ടിയിലെ പിള്ളേർക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ പണ്ടത്തെ അതേ വീറോടുകൂടെ KSUക്കാർക്ക് വേണ്ടി രാഹുൽ രംഗത്തെത്തിയത് കഴിഞ്ഞ ആരോഗ്യമന്ത്രിക്കെതിരെയുള്ള ആക്രമണ സമയത്ത് വ്യക്തമായതാണ്. KSU പ്രവർത്തകരെ അക്രമികളാക്കി വരുത്തി തീർക്കാനുള്ള ആരോഗ്യമന്ത്രിയുടെ നാടകങ്ങളൊക്കെ പൊളിച്ചെടുക്കുന്ന തരത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണങ്ങൾ. അത്തരത്തിൽ നേതൃത്വം എല്ലാ തരത്തിലും ഏറ്റെടുക്കുന്ന സമയത്ത് ഇപ്പോഴും പാർട്ടിക്ക് പുറത്താണെങ്കിലും പാർട്ടിയെ കൂടെ ചേർത്ത് പിടിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും തിരികെ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില വലിയ ആളുകൾ തന്നെ, വലിയൊരു വിഭാഗം ആളുകൾ തന്നെ പാർട്ടിക്കുള്ളിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങളല്ല അണികളുടെ മനസ്സ് എന്ന് തെളിയിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന പ്രതികരണങ്ങളും. സോഷ്യൽ മീഡിയയിൽ വരുന്നത് വെറും ഒരു പിന്തുണ മാത്രമല്ല, കൃത്യമായ രാഷ്ട്രീയ താക്കീത് കൂടെയാണ് എന്നും ചിലർ വിലയിരുത്തുന്നുണ്ട്. ഉമ്മൻചാണ്ടിയെ പിന്നിൽ നിന്ന് കുത്തിയ സതീഷിനെയും രമേശിനെയും മുരളിയെയും ജനം മറന്നിട്ടില്ല എന്ന ഓർമ്മപ്പെടുത്തലുകൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അണികളുടെ ചില പ്രതികരണങ്ങളൊക്കെ. കോൺഗ്രസ് നേതൃത്വം ഇന്ന് കാണുന്ന ഈ ആത്മവിശ്വാസം ജനങ്ങൾ തങ്ങളോട് കാണിക്കുന്ന സ്നേഹമാണ് എന്ന് അവർ കരുതുന്നുണ്ട് എങ്കിൽ അത് തെറ്റിയെന്നും പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിൽ മടുത്ത ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം ആ ആഗ്രഹം കോൺഗ്രസിനോടൊപ്പം വലിയ താല്പര്യം ആയിട്ട് നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് ഓരോരുത്തരും തുറന്നു പറയുന്നത്. പാലക്കാട്
പാലക്കാട്ടെ മണ്ണിൽ രാഹുലിനെ മാറ്റി നിർത്തിയാൽ ഒരു സീറ്റ് നഷ്ടമാകുമെന്ന് മാത്രമല്ല കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ അടിത്തറ തന്നെ ഇളകുമെന്നും ചില അണികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കോൺഗ്രസിനോട് ആത്മാർത്ഥതയുള്ള ഒരു നേതാവിനെ പ്രതിസന്ധി ഘട്ടത്തിൽ ചേർത്ത് പിടിക്കാൻ കഴിയാത്തവർക്ക് നാളെ എന്ത് വിശ്വാസത്തിന്റെ പേരിലാണ് വോട്ട് ചോദിക്കാൻ സാധിക്കുക? അതിന് എന്തൊരു അർഹതയാണ് ഉള്ളത് എന്നും ചിലർ ചോദിക്കുന്നു. രാഹുലിനെ തിരിച്ച് എടുത്തില്ല എങ്കിൽ വോട്ട് ചെയ്യില്ലെന്ന കടുത്ത നിലപാടിലും ഒരു വലിയ വിഭാഗം യുവ വോട്ടർമാർ നിൽക്കുന്നുണ്ട്. കോൺഗ്രസിന് രാഹുലിനെ ആവശ്യമാണെന്നും ഈ നിരാകരണം പാർട്ടിക്ക് വലിയ വില നൽകേണ്ടി വരുന്ന ഒരു ഹിമാലയൻ മണ്ടത്തരമായി മാറുമെന്നും രാഷ്ട്രീയ നിരീക്ഷണങ്ങളും വിലയിരുത്തലായിട്ട് വരുന്നു. സ്വന്തം പാളയത്തിലെ പോരാളികളെ സംരക്ഷിക്കാത്ത നേതാക്കൾക്ക് ജനവിധി അനുകൂലമാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. രാഹുൽ മങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡും KPCCയും എടുക്കുന്ന നിലപാട് കോൺഗ്രസിന്റെ ഭാവി നിർണ്ണയിക്കും എന്നതിൽ തർക്കമില്ല എന്നും രാഹുൽ അനുകൂലികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രാഹുൽ സ്ത്രീലംബനാണ്, വൃത്തികെട്ടവനാണ്, തെറ്റുകാരനാണ് എന്നെങ്കിൽ അവൻ തെളിയിക്കട്ടെ എന്ന് പറഞ്ഞ് പാർട്ടി പുറത്താക്കിയിരിക്കുകയാണ്. എന്നാൽ നിയമപരമായി താൻ തെറ്റുകാരനല്ല എന്ന് രാഹുൽ തെളിയിച്ചു കഴിഞ്ഞു. കോടതി വിധികൾ അയാൾക്ക് അനുകൂലമായി മാറിയിരിക്കുന്നു. ഇപ്പോഴും രാഹുൽ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന നിലപാടിൽ മുതിർന്ന നേതാക്കൾ നിൽക്കുന്നത് എന്തിനാണെന്നാണ് ചോദ്യം. ഇത് രാഹുലിന്റെ വളർച്ചയെ ഭയപ്പെടുന്നവരാണ് എന്നും അവനെ ചവിട്ടി പുറത്താക്കാൻ ഒരായുധമാക്കി ഈ വിഷയം വിമർശനങ്ങൾ മാറ്റി എന്നുള്ളതുമാണ് പൊതുജനങ്ങളിൽ പലരും കുറിക്കുന്നത്. രാഹുൽ വൃത്തികെട്ടവനാണെന്ന് പറയുന്ന ടീംസ് ഇപ്പോൾ പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിക്കാൻ പോകുന്നത് PK ശശിയെയാണ് എന്നുള്ള ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. PK ശശിക്ക് എന്താണ് കോൺഗ്രസ് അംഗത്വം എടുക്കാനുള്ള യോഗ്യത എന്നതടക്കമുള്ള ചോദ്യങ്ങളും ഇതോടൊപ്പം തന്നെ ഉയരുന്നു. പെണ്ണ് കേസിൽ പ്രതികൂട്ടിലായ ശശിക്കെതിരെ CPM നടപടിയെടുത്തതാണ്. പാർട്ടിയിൽ നിന്ന് മാറി നിർത്തി അയാളെ തരം താഴ്ത്തിയ ഒരാളാണ്. പിന്നീട് പിണറായിയാണ് അയാളെ രക്ഷിച്ചത്. പിണറായി KTDC ചെയർമാൻ സ്ഥാനം ശശിക്ക് കൊടുത്തപ്പോൾ പ്രതിഷേധിച്ച് സമരം നടത്തിയവരാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ആണ് ഇപ്പോൾ മറുകണ്ഠം ചാടാൻ നിൽക്കുന്ന ശശിക്ക് സീറ്റ് കൊടുക്കുന്നത് എന്നുള്ളത് ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. ശശി UDF-ലേക്ക് ചേക്കേറുന്നു എന്ന അഭ്യൂഹവും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം വിമർശനങ്ങൾ. തെരഞ്ഞെടുപ്പിൽ UDF സീറ്റ് കൊടുത്തേക്കുമെന്നും ചിലപ്പോൾ സ്വതന്ത്രനായി മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുമാണ് രാഷ്ട്രീയ ഹാൻഡിലുകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത്. ഇതിനിടയിലാണ് രാഹുൽ ആർമി വലിയ ആക്ഷേപവും രാഹുലിനെ തിരികെ കൊണ്ടുവരണമെന്നുള്ള ആവശ്യവും ഉന്നയിക്കുന്നത്.